വ്യക്തമാക്കുന്നു. 1934 ഫിലിപ്പ് പാമർ പ്രസിദ്ധീകരിച്ച കാത്തലിക് ഡയറക്ടറി ഓഫ് മലബാർ എന്ന സഭാചരിത്ര ഗ്രന്ഥത്തിലും തൃശൂർ അതിരൂപതയുടെ രേഖകളിലും ഇത് കാണാം. കൊട്ടേക്കാട് പള്ളിയുടെ ഇന്നത്തെ പിൻവശമാണ് അന്നത്തെ മുൻവശം. ചുറ്റും ഇന്ന് കാണുന്ന നെൽവയലുകൾ അന്ന് കൊടുംവേനലിലും പറ്റാത്ത കായലായിരുന്നു. കുറ്റൂർ ചാമക്കാട് പ്രദേശത്തെ വെള്ളപ്പരപ്പിലൂടെ കടത്തുവഞ്ചികളിലൂടെയായിരുന്നു നാനാഭാഗത്തു നിന്നുമുള്ള വിശ്വാസികൾ പള്ളിയിലേക്ക് ദിവ്യബലിയിൽ പങ്കെടുക്കാനെത്തിയിരുന്നത്. പള്ളിക്ക് 4 വശവും അങ്ങാടികൾ, മൊത്തം 6 അങ്ങാടി: പള്ളിയങ്ങാടി, പടിഞ്ഞാറെ അങ്ങാടി, കിഴക്കേ അങ്ങാടി, വടക്കേ അങ്ങാടി, കുന്നത്തങ്ങാടി, ആറങ്ങാടി എന്നിവ ഇപ്പോഴുമുണ്ട്. ഇപ്പോഴത്തെ തൃശൂർ നഗരത്തെക്കാൾ പ്രശസ്തമായ വാണിജ്യ കാർഷിക കേന്ദ്രമായിരുന്നു അന്നത്തെ കൊട്ടേക്കാട്. വടക്കാഞ്ചേരി, വേലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം വിശ്വാസികൾ ഇവിടെ എത്തിയാണ് ദിവ്യബലിയിൽ പങ്കെടുക്കാറ്. കച്ചവടത്തിലും കൃഷിയിലും കർമ്മോത്സുകരായിരുന്നു കൊട്ടേക്കാട്ടുകാർ. തൃശൂർ നഗരശില്പി എന്നറിയപ്പെടുന്ന കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ കൊട്ടേക്കാട്ടുകാരെ തൃശൂരിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയി. 1599 ഉദയം പേരൂർ സുന്നാദോസിൽ പങ്കെടുത്ത 105 പള്ളികളിൽ പ്രധാനിയായിരുന്നു കൊട്ടേക്കാട് പള്ളി. പൗരസ്ത്യ സുറിയാനി സഭയെ പാശ്ചാത്യരുടെ ദാസരെന്ന് ആക്ഷേപിച്ചിരുന്നതിൽ പ്രതിഷേധിച്ച് 1653 മട്ടാഞ്ചേരിയിൽ നടന്ന കൂനൻ കുരിശ് സത്യത്തിലും കൊട്ടേക്കാട് പള്ളിയുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. വൈദേശിക മേൽക്കോയ്മയ്ക്കെതിരായ വികാരം സമുദായത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാക്കി. ചേരിതിരിവ് പഴയ കൂറെന്നും പുതിയ കൂറെന്നും വിശേഷിപ്പിക്കപ്പെട്ടു. പഴയ കൂറിൽ തന്നെ ഉറച്ചുനിന്ന കൊട്ടേക്കാട്ടുകാർക്ക് മുന്നിൽ നീലങ്കാവിലെ പൂർവികരാണുണ്ടായിരുന്നത്. റോക്കോസ് മേലൂസ് ശീശ്മകൾ, പാദ്രിവാദോ പ്രൊപ്പഗാന്ത തർക്കങ്ങൾ ഇവയെല്ലാം കൊട്ടേക്കാടിനെയും ബാധിച്ചിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ 1861 മാർപ്പാപ്പയുടെ അധികാരപത്രമില്ലാതെ എത്തി അധികാരമേറ്റ വിദേശ പൗരസ്ത്യ മെത്രാന്മാരായിരുന്നു റോക്കോസ്, മേലൂസ് എന്നിവർ. ഇവരെ അംഗീകരിക്കേണ്ടതില്ലെന്നായിരുന്നു സഭയുടെ ഔദ്യോഗിക തീരുമാനം. എന്നാൽ മറ്റിടങ്ങളിലെ പോലെ തന്നെ കൊട്ടേക്കാട്ടെ വിശ്വാസികളിൽ ഒരു വിഭാഗം വിമതപക്ഷത്തായി. കൊട്ടേക്കാട് പള്ളി വിമതരായ ശീശ്മക്കാരുടെ നിയന്ത്രണത്തിലുമായി. കത്തോലിക്ക പക്ഷത്ത് ഉറച്ചുനിന്ന 15 കുടുംബങ്ങളുടെ നേതൃസ്ഥാനം നീലങ്കാവിൽ തറവാട്ടിലെ കാരണവർമാർക്കായിരുന്നു. കത്തോലിക്കർക്കു വേണ്ടി പള്ളി വളപ്പിനകത്തുതന്നെ തിടുക്കത്തിൽ മറ്റൊരു പള്ളി പടുത്തുയർത്തി തിരുക്കർമ്മങ്ങൾ തുടങ്ങുകയും ചെയ്തു. നീലങ്കാവിൽ കുടുംബയോഗത്തിന്റെ പൂർവ്വ പിതാവായ വറീദ് ദേവസിയുടെ സഹോദരൻ ഫാദർ ഇഗ്നേഷ്യസ് നീലങ്കാവിലായിരുന്നു ഔദ്യോഗിക പക്ഷത്തുള്ള വടക്കേ പള്ളിയുടെ വികാരി. 1876 പുനരൈക്യത്തിനു ശേഷം ഈ പള്ളി സെമിത്തേരിയാക്കി മാറ്റി. തറവാട്ടിലെ കത്തനാർമാരായിരുന്ന ഗീവർഗീസ്, ഇഗ്നേഷ്യസ് എന്നിവർ ശീശ്മ തർക്കത്തിൽ വഹിച്ച സ്തുത്യർഹമായ പങ്കിനെക്കുറിച്ച് പുരാതന ക്രൈസ്തവ രേഖകളിൽ പരാമർശിച്ചിട്ടുണ്ട്. പാലയൂരിൽ തോമാസ്ലിഹയുടെ ജ്ഞാനസ്നാന അഭിഷേകത്താൽ അനുഗ്രഹീതമായ നീലങ്കാവിൽ കുടുംബം പ്രഗത്ഭരും ചൈതന്യമൂർത്തികളുമായ വൈദികർക്കും സന്യസ്തർക്കും ജന്മം നൽകിയിട്ടുണ്ട്. പൂർവ്വപിതാവായ വറീദ് ദേവസിയുടെ സഹോദരനാണ് യശശരീരനായ ഫാദർ ഇഗ്നേഷ്യസ് നീലങ്കാവിൽ. നീലങ്കാവിൽ ദേവസി വറീദിന്റെ മകൾ സിസ്റ്റർ അഗസ്റ്റീന കുഞ്ഞുമറിയം ഹോളി ഫാമിലി സഭാംഗമായിരുന്നു. ഫാദർ ഇഗ്നേഷ്യസ് വറീദ് മകൻ പൊറിഞ്ചുവിനെ നൂറ്റാണ്ടു മുമ്പ് 1887 സവിശേഷമായ ഒരു പാരിതോഷികം നൽകി. ലിയോ 13 മാർപ്പാപ്പ ഒപ്പുവെച്ച് വെഞ്ചരിച്ച യേശുവിന്റെ ഛായാചിത്രം. ഇന്നും അത് ശ്രീ NP ആൻഡോ പ്രത്യേക തിരുശേഷിപ്പായി സൂക്ഷിച്ചിരിക്കുകയാണ്. സന്യസ്തരുടെ ഗണത്തിലുള്ള ജ്യോതിസുകളാണ് CMC സന്യാസിനി സഭാംഗങ്ങളും കുറ്റൂരിലെ വറീദ് ദേവസിയുടെ മക്കളുമായ 3 സിസ്റ്റർമാർ: സിസ്റ്റർ കൊറോണ, സിസ്റ്റർ ബൈലോൺ, സിസ്റ്റർ അൽവേർണിയ. അന്തരിച്ച ശ്രീ NP ജോണിന്റെ മകൻ ഫാദർ ജോസ് ജോൺ നീലങ്കാവിൽ സംഘർഷ സംസ്ഥാനമായ ജമ്മു കാശ്മീരിൽ പ്രേക്ഷിത പ്രവർത്തനത്തിലാണ്. സഭാ നേതൃത്വത്തിലേക്ക് വളർന്ന നീലങ്കാവിൽ കുടുംബാംഗങ്ങൾ അങ്ങനെ നിരവധി. 16 വൈദികരും 151 കന്യാസ്ത്രീകളും നീലങ്കാവിൽ കുടുംബത്തിൽ ഇപ്പോഴുണ്ടെന്നാണ് ബിഷപ്പ് മാർ നീലങ്കാവിൽ വ്യക്തമാക്കുന്നത്.
എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സൗകര്യവും അവകാശവും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നാട്ടിൽ ആദ്യമായി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പടവുകൾ കയറിയത് നീലങ്കാവിൽ കുടുംബാംഗങ്ങളാണ്. പ്രൊഫസർ NP ഇനാശു, ഡോക്ടർ ND ഫ്രാൻസിസ്, രാഷ്ട്രപതി രാധാകൃഷ്ണന്റെ പ്രശംസ നേടിയ എഞ്ചിനീയർ ND ജോയ് തുടങ്ങിയവരെല്ലാം. കൊട്ടേക്കാട് നീലങ്കാവിൽ കുടുംബ സമ്മേളനത്തിന്റെ സംഘടനാ രൂപം പിറവിയെടുക്കുന്നത് 1993 നീലങ്കാവിൽ വറീദ് ദേവസി വംശപരമ്പരയെക്കുറിച്ച് അല്പം വിശേഷം. പൂർവ്വപിതാവായ ദേവസി വലിയ ഭൂസ്വത്തിന് ഉടമയായിരുന്നു. 400-ലേറെ പറക്കി നിലവും അത്രത്തോളം തന്നെ പറമ്പുമുണ്ടായിരുന്നു. പിതൃസ്വത്തായും സ്ത്രീ സ്വത്തായും ലഭിച്ചതിനു പുറമെ രാജാവിൽ നിന്ന് സമ്മാനമായി ലഭിച്ചതും ഉൾപ്പെടെയാണിത്. ദിവസവും 4-5 കാളവണ്ടി കാർഷിക വിളകൾ വിപണിയിൽ കൊണ്ടുപോയി വിൽക്കാറുണ്ട്. 40 വയസ്സായപ്പോഴേക്കും തിമിരം ബാധിച്ചതുകൊണ്ടാകാം ദേവസി അപ്പൂപ്പനെ കാഴ്ചശേഷി നഷ്ടപ്പെട്ടു. കാഴ്ചശേഷി ഇല്ലെങ്കിലും നല്ല ഉൾക്കാഴ്ചയായിരുന്നു. രാത്രി പ്രാർത്ഥനയ്ക്കിടെ ആരെങ്കിലും നിശബ്ദരാകുകയോ ഉറക്കം തൂങ്ങുകയോ ചെയ്താൽ ആ നിമിഷം അപ്പൂപ്പൻ അത് മനസ്സിലാക്കും. വടികൊണ്ട് അവരുടെ തലയിൽ തട്ടുകയും ചെയ്യും. 1880-കളിൽ കുന്നത്ത് പീടികയ്ക്കടുത്ത് ഇപ്പോഴത്തെ മഠത്തിനരികിലായിരുന്നു താമസം. 300 കൊല്ലത്തോളം പാലൂർ പരിസരത്ത് തന്നെ അന്നത്തെ തോമസ് ക്രിസ്ത്യാനികൾ ജീവിച്ചു. 300 കൊല്ലത്തിന് ശേഷം ആളുകൾ കൂടി അവർക്ക് അവിടെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ കുറെ ആളുകൾ തെക്കോട്ടും കുറെ വടക്കോട്ടും കുറെ ഇവിടേക്ക് വന്നു. അങ്ങനെ ഏതാണ്ട് 300 കൊല്ലത്തിന് ശേഷമാണ് നമ്മളുടെ ഈ നീലങ്കാവ് കുടുംബക്കാരും ഇവിടെ ഈ പ്രദേശത്ത് വരാൻ കാരണമായത്. ഇവിടെ വന്നിട്ട് പിന്നെയും വർഷങ്ങൾ കുറെ കഴിഞ്ഞ് പള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല. പാലൂർക്ക് പോകണം, കുർബാനാനായിട്ട്, പിന്നെ മറ്റത്തിലേക്ക് പോകണം. ഇതൊക്കെ ആയപ്പോൾ ബുദ്ധിമുട്ടായി. അങ്ങനെ 1000 ആണ്ടില് പള്ളി പണിയാൻ തീർച്ചയായിട്ടും. പള്ളി പണിയാനായിട്ട് അന്ന് മുൻകൈ എടുത്ത് 4 വീട്ടുകാരാണ്. അതിൽ നമ്പർ 1 നീലങ്കാവിൽ തറവാടിന്റെ ചില പ്രത്യേകതകൾ അനുഭവത്തിൽ കണ്ടിട്ടുള്ളതൊക്കെ ഞാൻ സമ്മതിച്ചുകൊണ്ടിരിക്കുകയാണ്. കള്ളികാളികാവ് ശങ്കരപുരി ബഹളമറ്റം, അതിൽ നിന്ന് വിഭാഗങ്ങളായിട്ട് നീലങ്കാവ്, നാടങ്കാവ്, അയ്യങ്കാവ് ഇങ്ങനെ പല വന്നിട്ടുണ്ട്. അതിന് നീലങ്കാവാണ് ഇവിടെ. കാളിയങ്കാവ് പാലാവച്ചയ്ക്ക് കുരിനാട്ടിൽ പോയിട്ടുണ്ട് കുറെ പേര്. അവര് അവകാശപ്പെടുന്നത് ഈ കാവുകളിലെല്ലാം കാളിയങ്കാവിന്റെ കീഴിലാണ്. തോമാശ്ലീഹ കനിഞ്ഞ് അനുകരിച്ച ഒരു തറവാടാണ് നീലങ്കാവ്. ഞാൻ ഇപ്പൊ കണക്കെടുത്ത് 15 അച്ഛന്മാരുണ്ട്, എല്ലാം കൂടി. സിസ്റ്റേഴ്സ് ഒരു 10-40 പേര്.